മലയാള നിരൂപണ ശാഖയുടെ കാറ്റും വെളിച്ചമായി സാനുമാസ് നമുക്കറിയാം. വിടവാങ്ങുന്നത് ജീവചരിത്ര രചനയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയ ദാർശനികനായ അധ്യാപകനായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി മംഗലം ഭവനത്തിൽ ജനിച്ച MK സാനുവിനോട് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിത്യവും പ്രഭാതത്തിലൊരു പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെടുമായിരുന്നു. അണുജീവിയിലും ഗുണം എന്നിൽ നിന്നുളവാകാൻ തരമാകണം വിഭോ, അണുജീവിയിലും സഹോദര പ്രണയം ത്വൽ കൃപയാലേ തോന്നണം എന്നായിരുന്നു ആ പ്രാർത്ഥന. അത് പ്രൊഫസർ MK സാനു തൻ്റെ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കി. സാഹിത്യ സാമൂഹിക ബിംബങ്ങളായ ചങ്ങമ്പുഴ, ബഷീർ, സഹോദരൻ അയ്യപ്പൻ എന്നിവരുടെ നിരവധി ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും തനതായ ശൈലിയിലൂടെ മികച്ചതായി മാറി സാനുമാഷ് എഴുതിയ ജീവചരിത്രങ്ങൾ. കാറ്റും വെളിച്ചവുമാണ് സാനുമാഷിൻ്റെ ആദ്യത്തെ പുസ്തകം. ആത്മകഥയെക്കുറിച്ചുള്ള പൊതുബോധത്തെ തകർക്കുന്നതായിരുന്നു സാനുമാഷിൻ്റെ കർമ്മഗതി എന്ന ആത്മകഥ. എഴുത്തുകാരൻ്റെ സ്വകാര്യ ജീവിതം തിരഞ്ഞ് ആത്മകഥയിലേക്ക് വരുന്നവർക്കായി ആ പുസ്തകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. താൻ ജീവിച്ച കാലവും ദേശവും അടയാളപ്പെടുത്താനാണ് MK സാനു ശ്രമിച്ചത്. മഹാരാജാസ് കോളേജിൽ തുടങ്ങിയ സഹോദരൻ അയ്യപ്പനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. ആ ബന്ധത്തിൻ്റെ ഊഷ്മളത അദ്ദേഹം എഴുതിയ ജീവചരിത്രത്തിനുമുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടിൽ പോയ അനുഭവം പലപ്പോഴായി സാനുമാഷ് പങ്കുവച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ചുവരിൽ ഞാൻ അടിമയായിരിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ യജമാനനാകാനും ആഗ്രഹിക്കുന്നില്ല എന്ന എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാചകങ്ങൾ എഴുതി വെച്ചത് കൗതുകത്തോടെ നോക്കി നിന്നു സാനുമാഷ്. ശ്രീനാരായണീയ ദർശനവും ഇടതുപക്ഷ കാഴ്ചപ്പാടുകളുമാണ് സാനുമാഷിൻ്റെ രാഷ്ട്രീയ അടിത്തറ. വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള അടുത്ത സൗഹൃദം അദ്ദേഹം എഴുതിയ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ബഷീർ ജീവചരിത്രത്തിലുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭാവിയിൽ ആരാകണമെന്ന അധ്യാപകന്റെ ചോദ്യത്തിന് കുമാരനാശാന്റെ നളിനിയിൽ നിന്ന് ഒരു വരി എഴുതി നൽകിയത് വെറുതെയായിരുന്നില്ല. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന വരിയോട് 98 വർഷത്തെ ജീവിതം കൊണ്ട് നീതി പുലർത്തി സാനുമാഷ് യാത്രയാവുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.